കാതിലെത്തും പത്രങ്ങൾ മീഡിയ വൺ പോഡ്കാസ്റ്റ് തുടങ്ങുകയാണ്. ഇന്ന് 2024 ഏപ്രിൽ 7 ഞായറാഴ്ച. ഞാൻ PT നാസർ. പല പത്രങ്ങൾക്കും പലതാണ് ഇന്ന് പ്രധാന വാർത്ത. എങ്കിലും പാനൂർ സ്ഫോടനക്കേസിൽ 4 CPMകാർ അറസ്റ്റിലായതും ഹൈക്കോടതി വിധി വന്നിട്ടും മടിച്ചു നിന്നിരുന്ന സർക്കാർ നഴ്സിംഗ് ഓഫീസർ അനിതയ്ക്ക് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തന്നെ നിയമനം നൽകിയതും പത്രങ്ങളുടെ കോഴിക്കോടൻ പതിപ്പുകളിൽ കാര്യമായി തന്നെ വിന്യസിച്ചിട്ടുണ്ട്. ആ വാർത്തകളിലേക്ക് കടക്കാം. മാധ്യമത്തിൽ നിന്നാണ് പാനൂർ സ്ഫോടനത്തിൻ്റെ അറസ്റ്റ് വാർത്തകൾ. മാധ്യമത്തിൻ്റെ ഇന്ന് സൂപ്പർ ലീഡ് എന്ന് പറയാവുന്ന തരത്തിൽ വിന്യസിച്ചിരിക്കുന്ന വാർത്തയാണത്. പാനൂരിൽ ബോംബ് നിർമ്മാണത്തിനിടെ ഒരാൾ മരിച്ച കേസിൽ 4 CPM പ്രവർത്തകർ അറസ്റ്റിൽ. മൂളിയാത്തോട്ടെ അതുൽ വായക്കാൻ്റെ 29, അരുൺ ഉറവുള്ളകണ്ടിയിൽ 30, അടുപ്പുകൂട്ടിയ പറമ്പത്ത് ഷിബിൻ ലാൽ 27, ചിറക്കര കണ്ടിമ്പിൽ സായൂജ് 24 എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. പരിക്കേറ്റവരെ ആശുപത്രിയിലെത്തിക്കാൻ സഹായിച്ച അരുണിനെയാണ് പോലീസ് ആദ്യം കസ്റ്റഡിയിലെടുത്തത്. ഇയാളിൽ നിന്ന് ലഭിച്ച വിവരങ്ങളാണ് മറ്റുള്ളവരിലേക്കും എത്താൻ പോലീസിനെ സഹായിച്ചത്. സ്ഫോടന സമയത്ത് അതുൽ, ഷിബിൻ ലാൽ എന്നിവർ സ്ഥലത്തുണ്ടായിരുന്നുവെന്ന് കണ്ടെത്തിയതിന് പിന്നാലെ ശനിയാഴ്ച രാവിലെയോടെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. സംഭവസ്ഥലത്ത് ഇവർക്കൊപ്പമുണ്ടായിരിക്കുകയും സ്ഫോടനശേഷം കോയമ്പത്തൂരിലേക്ക് കടക്കാൻ ശ്രമിക്കുകയും ചെയ്ത സായൂജിനെ പാലക്കാട്ട് വെച്ചാണ് പിടികൂടിയത്. സംഭവത്തിലെ സൂത്രധാരന്മാർ വിനീഷ്, സിജാൽ എന്നിവരാണെന്ന് പോലീസ് പറഞ്ഞു. വിനീഷ് ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ്. ഒളിവിൽ പോയ സിജാലിനെ കണ്ടെത്താനുള്ള തീവ്ര ശ്രമത്തിലാണ് പോലീസ്. വെള്ളിയാഴ്ച പുലർച്ചെയുണ്ടായ സ്ഫോടനത്തിൽ കൈവേലിക്കൽ എലിക്കൊത്തിൻ്റെ കാട്ടിൻ്റെ ഷറിനാണ് 27 വയസ്സാണ് കൊല്ലപ്പെട്ടത്. 7 ബോംബുകൾ കൂടി കണ്ടെത്തി. കണ്ണൂർ പാനൂരിൽ സ്ഫോടനമുണ്ടായ സ്ഥലത്തു നിന്ന് 7 ബോംബുകൾ കൂടി കണ്ടെത്തി. സ്ഫോടനം നടന്ന വീടിന്റെ പരിസരത്തെ കുറ്റിക്കാട്ടിൽ ഒളിപ്പിച്ചിരുന്ന നിലയിലായിരുന്നു. മതിലിൽ ദ്വാരമുണ്ടാക്കി ഒളിപ്പിച്ച 4 ബോംബ് വെള്ളിയാഴ്ച കണ്ടെത്തിയിരുന്നു. പാനൂരിൽ നിർമ്മാണത്തിനിടെ പൊട്ടിത്തെറിച്ച സ്റ്റീൽ ബോംബാണെന്ന് സ്ഥിരീകരിച്ചു. തുരുമ്പിച്ചാണി, കുപ്പിച്ചില്ല്, മെറ്റൽ എന്നിവയാണ് ബോംബ് നിർമ്മാണത്തിന് ഉപയോഗിച്ചിരുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു വാർത്ത കൂടി മാധ്യമം ഉൾപേജിൽ നൽകിയിട്ടുണ്ട്. അത് പ്രതികളെല്ലാം സ്വന്തക്കാർ പാനൂരിൽപ്പെട്ട് CPM എന്നാണ്. പാർട്ടിക്ക് വേണ്ടി സംഘടനത്തിൽ ഏർപ്പെടുന്ന പലരും കൊട്ടേഷൻ ജോലിയും ഏറ്റെടുക്കാറുണ്ടെന്നാണ് കണ്ണൂരിലെ സ്ഥിതി. MC നിഹമ്മത്താണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കണ്ണൂരിൽ നിന്ന്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കെ പാനൂരിലെ സ്ഫോടനത്തിൽ കൈ കഴുകാനാവാതെ CPM. സ്ഫോടനത്തിൽ മരിച്ച മൂളിയാത്തോട് കാട്ടിൻ്റെ ഷറിലും ഗുരുതരാവസ്ഥയിൽ കഴിയുന്ന വലിയ പറമ്പത്ത് വിനീഷും പുറമെ അറസ്റ്റിലായവരെല്ലാം CPMുമായി അടുത്ത ബന്ധമുള്ളവർ. പാർട്ടിയുമായി ബന്ധമില്ലെന്ന് നേതൃത്വം ആവർത്തിക്കുമ്പോൾ ഇവരുടെ പാർട്ടിക്കൂറ് അങ്ങാടിപ്പാട്ടാണ്. അതിനാൽ പാർട്ടി ബന്ധമില്ലെന്ന പ്രതിരോധം പാനൂരിന് പുറത്തു മാത്രമേ പറയാൻ പറ്റൂ എന്നാണ് അവസ്ഥ. CPMകാരെ മർദ്ദിച്ച കേസിൽ പ്രതികളാണ് മരിച്ച ഷെറിനും പരിക്കേറ്റ വിനീഷും എന്ന കച്ചിത്തുരുമ്പിൽ പിടിച്ചാണ് പാർട്ടിയുടെ പ്രതിരോധം മുഴുവൻ. പാനൂർ ഏരിയ സെക്രട്ടറി മുതൽ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വരെയുള്ളവർ ഈ വിഷയമാണ് ആവർത്തിക്കുന്നത്. എന്നാൽ നേതാക്കൾ വിശദീകരിക്കുന്നത് പോലെയല്ല ആ സംഭവം രാഷ്ട്രീയമല്ല. ബ്ലേഡ് പണമിടപാടുമായി ബന്ധപ്പെട്ട തർക്കത്തിലാണ് ഷെറിലും വിനീഷും ചെണ്ടയാട് സ്വദേശികളായ CPM പ്രവർത്തകരെ ആക്രമിച്ചത്. ബ്ലേഡ് പണപ്പിരിവിനിറങ്ങിയപ്പോഴാണ് അത്തരമൊരു സംഭവമുണ്ടായത്. തർക്കത്തിനിടയിൽ ഹെൽമെറ്റ് കൊണ്ട് മർദ്ദിച്ചെന്ന കേസിൽ ഇരുവർക്കുമെതിരെ പാനൂർ പോലീസ് കേസെടുത്തിട്ടുള്ളതാണ്. പണമിടപാടുമായി ബന്ധപ്പെട്ട തർക്കവും അടിപിടിയുമാണ് പാർട്ടി പ്രവർത്തകരെ മർദ്ദിച്ചതെന്ന നിലയിൽ വ്യാഖ്യാനിക്കുന്നത്. പാർട്ടിക്ക് വേണ്ടി സംഘടനയിൽ ഏർപ്പെടുന്ന പലരും കൊട്ടേഷൻ ജോലിയും ഏറ്റെടുക്കാറുണ്ടെന്നാണ് കണ്ണൂരിലെ സ്ഥിതി. സ്വർണ്ണക്കടത്തുകാരിൽ നിന്ന് സ്വർണം തട്ടിയെടുക്കൽ, കുഴൽപ്പണ സംഘത്തിൽ നിന്ന് പണം പിടിച്ചുപറി തുടങ്ങിയ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവർ തന്നെയാണ് തല്ലാനും കൊല്ലാനും പോകുന്നത്. TP ചന്ദ്രശേഖരൻ വധക്കേസിലെ കൊട്ടേഷൻ ടീമും ഇത്തരം ജോലികൾ നടത്തിയവരാണ്. പാനൂർ സ്ഫോടനക്കേസിൽ പ്രതികളും TP കേസിൽ ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന ചിലരുമായി അടുത്ത ബന്ധം പുലർത്തിയവരാണ്. സ്ഫോടന സമയത്ത് 1 ഡസനോളം പേർ അവിടെ ഉണ്ടായിരുന്നുവെന്നാണ് പോലീസിന് ലഭിച്ച വിവരം. പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവർ എന്ന നിലയിലാണ് ഇവരെല്ലാം അറിയപ്പെടുന്നത്. ബോംബ് നിർമ്മിച്ചവർ CPM പ്രവർത്തകരെ ആക്രമിച്ചവർ എന്ന ഗോവിന്ദൻ മാസ്റ്റർ പ്രസ്താവനയും ആവർത്തിച്ചിട്ടുണ്ട്. പാലക്കാട് നിന്നുള്ള ഈ പ്രസ്താവന ഇതോടൊപ്പം ചേർത്തിട്ടുമുണ്ട്. പാലക്കാട് പാനൂരിൽ ബോംബ് നിർമ്മിച്ചവർ മുമ്പ് CPM പ്രവർത്തകരെ ആക്രമിച്ചവരാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. ഇവർക്കെതിരെ കേസ് ഇപ്പോഴുമുണ്ട്. CPMന് ബോംബുണ്ടാക്കേണ്ട ഒരു ആവശ്യവുമില്ല. പാനൂർ സംഭവത്തിൽ ഉൾപ്പെട്ടവർക്ക് വടകരയിലെ സ്ഥാനാർത്ഥിയുമായി ഒരു ബന്ധവുമില്ല. ഷാഫി പറമ്പിൽ വോട്ട് കിട്ടാൻ വേണ്ടി പലതും പടച്ചുവിടുകയാണ്. രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഒരു അക്രമവും പാടില്ലെന്ന് തന്നെയാണ് പാർട്ടി തീരുമാനമെന്നും അദ്ദേഹം പറഞ്ഞു. അങ്ങനെ ഒരു തീരുമാനം CPMനുണ്ട്. അതെല്ലാവരും അറിഞ്ഞിരിക്കുന്നതും നല്ലതാണ്. രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഒരു അക്രമവും പാടില്ലെന്ന് തന്നെയാണ് പാർട്ടി തീരുമാനമെന്ന് അദ്ദേഹം പറഞ്ഞു. ഇത് അദ്ദേഹം പാർട്ടിക്കാരോട് പറഞ്ഞിട്ടുണ്ടോ എന്നറിയില്ല. ഏതായാലും നാട്ടുകാരോട് പറഞ്ഞിട്ടുണ്ട്. പോട്ടെ, ഇതിൻ്റെ എല്ലാം ഇടയിൽപ്പെട്ട്
പോലീസിന്റെ വിശ്വാസ്യത ചോദ്യം ചെയ്യപ്പെടുന്നു എന്നാണ് ADGP MR അജിത് കുമാർ പറയുന്നത്. അതുകൊണ്ട് പരിശോധനകൾ ശക്തമാക്കണമെന്ന് അദ്ദേഹം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തിരുവനന്തപുരം സംസ്ഥാനത്ത് ആവർത്തിക്കുന്ന ബോംബ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട സ്ഫോടനങ്ങൾ പോലീസിന്റെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്നുണ്ടെന്ന് ക്രമസമാധാന ചുമതലയുള്ള ADGP MR അജിത് കുമാർ കണ്ണൂരിലെ പാനൂരിലും തിരുവനന്തപുരത്ത് മണ്ണന്തലയിലുണ്ടായ ബോംബ് സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാന വ്യാപകമായി പരിശോധന ശക്തമാക്കാൻ ജില്ലാ പോലീസ് മേധാവികൾക്ക് നിർദ്ദേശം നൽകി ADGP പുറപ്പെടുവിച്ച സർക്കുലറിലാണ് ഇക്കാര്യം സൂചിപ്പിക്കുന്നത്. ഏതാനും മാസങ്ങളായി സംസ്ഥാനത്ത് യുവാക്കൾക്കിടയിൽ ക്രിമിനൽ സംഘ് പ്രവർത്തനങ്ങൾ വർദ്ധിക്കുന്നുണ്ടെന്നാണ് രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ റിപ്പോർട്ട്. ബുധനാഴ്ച തിരുവനന്തപുരം മണ്ണന്തലയിൽ ബോംബ് നിർമ്മാണത്തിനിടെ കൗമാരക്കാരനടക്കം പരിക്കേറ്റ സംഭവം ഇതിലേക്ക് വിരൽ ചൂണ്ടുന്നു. സ്ഫോടനത്തിൽ 17-കാരൻ്റെ കൈപ്പത്തി അറ്റുപോവുകയും 22-കാരന് കാലിനും ഇടുപ്പിനും പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. കടയിൽ നിന്ന് സ്ഫോടക വസ്തു വാങ്ങിയ ശേഷം ബോംബിന് വീര്യം കൂട്ടാനുള്ള ശ്രമത്തിനിടയിലാണ് സ്ഫോടനമുണ്ടായത്. ബോംബ് സ്ഫോടനങ്ങളുണ്ടായ പ്രദേശങ്ങളിലെ ജനങ്ങൾക്ക് മാനസിക പിന്തുണ നൽകണം. ആവശ്യമെങ്കിൽ NSG സേവനം ആവശ്യപ്പെടാം. ADGP, ജില്ലാ പോലീസ് മേധാവികൾ എന്നിവരുമായി കൂടിയാലോചന നടത്തിയ ശേഷമേ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കാവൂ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ നേരത്തെ ബോംബ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട കേസുകളിൽപ്പെട്ടവരെ നിരീക്ഷിക്കുകയും ബോംബ് നിർമ്മിക്കാൻ സാധ്യതയുള്ള കേന്ദ്രങ്ങളിൽ വ്യാപക പരിശോധന നടത്തുകയും ചെയ്യണം. ഓരോ സ്റ്റേഷൻ പരിധിയിലെയും റൌഡി ലിസ്റ്റിലുള്ളവരുടെ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കാൻ SHOമാർക്ക് നിർദ്ദേശം നൽകണം. ആളൊഴിഞ്ഞ പറമ്പുകളും വീടുകളും നിരീക്ഷിക്കണം. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഇതര ജില്ലകളിൽ നിന്ന് വരുന്നവരെയും നിരീക്ഷിക്കണം. എക്സൈസുമായി ചേർന്ന് അതിർത്തികൾ കേന്ദ്രീകരിച്ചുള്ള പരിശോധന ഊർജിതമാക്കാനും സ്പെഷ്യൽ ഡ്രൈവുകൾ കാര്യക്ഷമമാക്കാനും നിർദ്ദേശമുണ്ട്. അങ്ങനെയൊക്കെ ഇരിക്കെ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ സ്ഥാനം ഏറ്റെടുക്കാനാവില്ല എന്ന് ജസ്റ്റിസ് മണികുമാർ അറിയിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം മനുഷ്യാവകാശ കമ്മീഷൻ സ്ഥാനം ഏറ്റെടുക്കാനില്ലെന്ന് ജസ്റ്റിസ് മണികുമാർ. വ്യക്തിപരമായ അസൗകര്യമുണ്ടെന്നാണ് വിശദീകരണം. താമസം ചെന്നൈയിലാണെന്നും തിരുവനന്തപുരത്തേക്ക് മാറുന്നതിന് വ്യക്തിപരമായ ബുദ്ധിമുട്ടുണ്ടെന്നും ചൂണ്ടിക്കാട്ടിയാണ് രാജ്ഭവനെയും സംസ്ഥാന സർക്കാരിനെയും വിസമ്മതം അറിയിച്ചത്. ജസ്റ്റിസ് മണികുമാറിന്റെ നിയമനത്തെ പ്രതിപക്ഷ നേതാവ് ചോദ്യം ചെയ്തിരുന്നു. നിയമനം സംബന്ധിച്ച ഫയൽ മാസങ്ങളോളം തീരുമാനമെടുക്കാതെ വെച്ച ശേഷം കഴിഞ്ഞ ദിവസമാണ് ഗവർണർ അംഗീകരിച്ചത്. ഏറെ വിവാദമായ നിയമനമായിരുന്നു മണികുമാറിൻ്റേത്. കഴിഞ്ഞ മെയിൽ ജസ്റ്റിസ് ആന്റണി ഡൊമിനിക്ക് വിരമിച്ച ഒഴിവിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അധ്യക്ഷനായ 3-അംഗ സമിതി മണികുമാറിനെ നിയമിക്കാൻ ശുപാർശ നൽകിയത്. 2023 ആഗസ്റ്റിൽ ഫയൽ രാജ്ഭവന് കൈമാറി. 8 മാസത്തിനു ശേഷം ലോക്സഭാ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറത്തുവന്ന ശേഷം ബുധനാഴ്ചയാണ് ഗവർണർ ഫയലിൽ ഒപ്പുവെച്ചത്. മുഖ്യമന്ത്രിയും ഗവർണറും തമ്മിലുള്ള ധാരണയുടെ ഭാഗമാണ് നിയമന ഉത്തരവെന്നായിരുന്നു പ്രതിപക്ഷ ആരോപണം. മുഖ്യമന്ത്രിയുമായി നേർക്കുനേർ പോരടിക്കുന്ന ഗവർണർ 8 മാസം പിടിച്ചുവെച്ച ശുപാർശ പ്രതിപക്ഷത്തിൻ്റെ എതിർപ്പ് മറികടന്ന് അംഗീകരിച്ചതിന് പിന്നിൽ കേന്ദ്ര ഇടപെടലിൻ്റെ സാധ്യതയാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. കഴിഞ്ഞ വർഷം ഏപ്രിൽ 24-നാണ് ജസ്റ്റിസ് S. മണികുമാർ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് സ്ഥാനത്ത് നിന്ന് വിരമിച്ചത്. അദ്ദേഹത്തെ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ സ്ഥാനത്തേക്ക് നിയമിക്കാൻ ആഗസ്റ്റ് 7-ന് സംസ്ഥാന സർക്കാർ ശുപാർശ ചെയ്തു. പ്രിയ വർഗീസിന്റെ നിയമനം ഉൾപ്പെടെയുള്ള സർവകലാശാലകളുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഓഫീസിനെയും സർക്കാരിനെയും പ്രതിക്കൂട്ടിലാക്കിയ കേസുകളിൽ ജസ്റ്റിസ് മണികുമാർ ഉൾപ്പെട്ട ബെഞ്ച് അനുകൂല വിധി നൽകിയതിന് പ്രത്യുപകാരമായി ജസ്റ്റിസ് മണികുമാറിന് കോവളത്തെ ഹോട്ടലിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും പങ്കെടുത്ത യാത്രയയപ്പ് നൽകിയത് വൻ വിവാദമായിരുന്നു. അങ്ങനെയൊക്കെയാണെങ്കിലും അദ്ദേഹം ഇങ്ങോട്ട് വരുന്നില്ല. തമിഴ്നാട്ടിൽ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷനാവുമെന്നാണ് സൂചന എന്ന് പല പത്രങ്ങളും പറയുന്നുണ്ട്. എൻട്രൻസ് സിലബസിൽ തിരുത്ത്, പുതുക്കിയ സിലബസ് ലഭ്യമാക്കാൻ SCERTക്ക് നിർദ്ദേശം എന്നൊരു പ്രത്യേക വാർത്ത മാധ്യമം 1-ാം പേജിൽ നൽകിയിരിക്കുന്നു. അതാണ് ഇന്ന് മാധ്യമത്തിൻ്റെ ലീഡ്. തിരുവനന്തപുരം ഹയർ സെക്കൻഡറി സിലബസിൽ നിന്ന് ഒഴിവാക്കിയ പാഠഭാഗങ്ങൾ കേരള എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷയുടെ സിലബസിൽ ഉൾപ്പെടുത്തിയ നടപടി സർക്കാർ തിരുത്തുന്നു. ഇതു സംബന്ധിച്ച് വ്യാഴാഴ്ച മാധ്യമം പ്രസിദ്ധീകരിച്ച വാർത്തയെ തുടർന്നാണ് നടപടി. സിലബസിൽ മാറ്റം വരുത്തുന്നതിൻ്റെ ഭാഗമായി പ്രവേശന പരീക്ഷാ കമ്മീഷണർ വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള NCERTക്ക് കത്ത് നൽകി. ഹയർ സെക്കൻഡറി സിലബസിൽ ഒഴിവാക്കിയ പാഠഭാഗങ്ങൾ ഏതെല്ലാമാണെന്ന് വ്യക്തമാക്കി മറുപടി നൽകാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. SCERT ഡയറക്ടറുടെ മറുപടി ലഭിക്കുന്ന മുറയ്ക്ക് സിലബസിൽ മാറ്റം വരുത്തും എന്നാണ് മാധ്യമം പറയുന്നത്. നഴ്സിംഗ് കോളേജുകളിലെ പരിശോധന ആരോഗ്യമന്ത്രിയെ പ്രകോപിപ്പിച്ചു, അതുകൊണ്ട് കൗൺസിൽ പുറത്ത് എന്നൊരു വാർത്ത മാതൃഭൂമി നൽകിയിട്ടുണ്ട്. മാതൃഭൂമിയുടെ ലീഡ് വാർത്ത അതാണ്. തിരുവനന്തപുരം മാനേജ്മെൻറ്റുകളുടെ സമ്മർദ്ദത്തിന് വഴങ്ങി നഴ്സിംഗ് കോളേജുകളിൽ പരിശോധന നടത്തുന്ന വാർഷിക
പരിശോധനകളിൽ നിന്ന് നഴ്സിംഗ് കൗൺസിൽ അംഗങ്ങളെ വിലക്കി ആരോഗ്യവകുപ്പ്. മാനേജ്മെൻറ്റുകളുടെ സമ്മർദ്ദത്തിന് വഴങ്ങി നഴ്സിംഗ് കോളേജുകളിൽ നടത്തുന്ന വാർഷിക പരിശോധനകളിൽ നിന്ന് നഴ്സിംഗ് കൗൺസിൽ അംഗങ്ങളെ വിലക്കി ആരോഗ്യവകുപ്പ്. പുതിയ നിർദ്ദേശം വരുന്നതുവരെ കൗൺസിൽ അംഗങ്ങൾ പരിശോധനയ്ക്ക് പോകേണ്ട എന്നാണ് നിർദ്ദേശം. മാർച്ച് 18 കൗൺസിൽ അംഗങ്ങളുടെ യോഗം വിളിച്ച് മന്ത്രി വീണ ജോർജ് ഇക്കാര്യം നേരിട്ട് ആവശ്യപ്പെട്ടിരുന്നതാണ്. എന്നാൽ പരിശോധനയിൽ പ്രാതിനിധ്യം നിയമപരമായ ബാധ്യതയാണെന്ന് ചൂണ്ടിക്കാട്ടി കൗൺസിൽ അംഗങ്ങൾ അതിനെ എതിർക്കുകയും പരിശോധന തുടരുകയുമായിരുന്നു. നിയമവശം പരിശോധിക്കാനായി വിഷയം നിയമവകുപ്പിന് വിട്ടതോടെയാണ് പുതിയ നിർദ്ദേശം. നഴ്സസ് ആൻഡ് മിഡ്വൈസ് ചട്ടപ്രകാരം കോളേജുകൾ പരിശോധിക്കാനുള്ള അവകാശം തങ്ങൾക്കുണ്ടെന്നാണ് കൗൺസിൽ അംഗങ്ങൾ വാദിക്കുന്നത്. കൗൺസിലിൻ്റെ പരിശോധനയ്ക്കെതിരെ ഒന്നിലധികം മാനേജ്മെൻറ്റുകൾ ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും പരിശോധനയിൽ നിന്ന് കൗൺസിൽ അംഗങ്ങളെ വിലക്കാനാവില്ലെന്നായിരുന്നു കോടതി നിർദ്ദേശം. സ്വന്തം ആശുപത്രിയില്ലാതെ നഴ്സിംഗ് കോളേജ് നടത്തുന്ന കോർപ്പറേറ്റ് മാനേജ്മെൻറ്റിനെതിരെ നടപടി സ്വീകരിച്ചതാണ് പ്രകോപനത്തിന് കാരണം. നേരത്തെ ചില കോളേജുകളിലെ സീറ്റെണ്ണം വെട്ടിക്കുറച്ചതും സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കിയിരുന്നു. കൗൺസിൽ ചൂണ്ടിക്കാണിക്കുന്ന ന്യൂനതകൾ പരിഹരിക്കേണ്ടി വരുമ്പോൾ ലക്ഷങ്ങളുടെ അധിക ചെലവുണ്ടാകുന്നതാണ് മാനേജ്മെൻറ്റുകളെ പ്രകോപിപ്പിച്ചത്. മാനേജ്മെൻറ്റുകൾ പ്രകോപിതമായാൽ സർക്കാർ പ്രകോപിതമാകും. അതാണല്ലോ അതിൻ്റെ ഒരു രീതി. കരുവന്നൂർ ലക്ഷ്യമിട്ട് മോദി 15 തൃശ്ശൂരിൽ. മാതൃഭൂമി 1-ാം പേജിൽ നൽകിയിരിക്കുന്ന ഇലക്ഷൻ വാർത്തയാണത്. കുന്നംകുളത്തും ഇരിങ്ങാലക്കുടയിലും പ്രസംഗിക്കും. തൃശ്ശൂർ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി 15 തൃശ്ശൂർ ജില്ലയിലെത്തും. കുന്നംകുളത്തും ഇരിങ്ങാലക്കുടയിലും നടക്കുന്ന പ്രചാരണ പരിപാടികളിൽ പ്രസംഗിക്കും. പൊന്നാനി, ആലത്തൂർ മണ്ഡലങ്ങളിലെ പ്രചാരണമാണ് കുന്നംകുളത്ത് നടത്തുക. തൃശൂർ, ചാലക്കുടി മണ്ഡലങ്ങളിലെ പ്രചാരണമാണ് ഇരിങ്ങാലക്കുടയിലേത്. കരുവന്നൂർ കള്ളപ്പണക്കേസ് സജീവമായി ഈ സമയത്ത് ബാങ്ക് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തിന് സമീപമുള്ള നഗരമായ ഇരിങ്ങാലക്കുടയിൽ പ്രചാരണത്തിനെത്തുമെന്നത് രാഷ്ട്രീയമായി ഏറെ ഗുണം ചെയ്യുമെന്നാണ് NDAയുടെ വിലയിരുത്തൽ. കരുവന്നൂർ തട്ടിപ്പിനെപ്പറ്റി പ്രധാനമന്ത്രിയോട് നേരിട്ട് പരാതിപ്പെട്ട സ്ഥാനാർത്ഥി TN സരസുവിൻ്റെ മണ്ഡലത്തിലാണ് കുന്നംകുളമുള്ളത്. തൃശൂർ ജില്ലയിൽപ്പെടുന്ന 3 മണ്ഡലങ്ങളിലും കരുവന്നൂർ കള്ളപ്പണ വിഷയം കത്തിപ്പടർത്താനാണ് NDAയുടെ ശ്രമം. അതങ്ങനെ. അതിനിടയ്ക്ക് തൃശൂർ പൂരത്തിന് തിരുവമ്പാടിക്കും പാറമേക്കാവിനും ഒരേ വെടിക്കെട്ടുകാരൻ എന്ന വാർത്തയും മാതൃഭൂമി 1-ാം പേജിൽ നൽകുന്നുണ്ട്. ചരിത്രത്തിൽ ആദ്യമാണ് എന്ന പ്രത്യേകതയും എടുത്തുകാട്ടുന്നുണ്ട്. തൃശൂർ പൂരത്തിൻ്റെ വെടിക്കെട്ടിന് ഇത്തവണ തിരുവമ്പാടി, പാറമേക്കാവ് വിഭാഗങ്ങളെ നയിക്കുക ഒരാൾ. നൂറ്റാണ്ടുകൾ പിന്നിട്ട ചരിത്രത്തിൽ ആദ്യമായാണ് 2 വിഭാഗങ്ങളുടെയും വെടിക്കെട്ട് ചുമതല ഒരാളിലേക്ക് എത്തുന്നത്. വെടിക്കെട്ടിൻ്റെ മത്സര സ്വഭാവത്തിലുള്ള വൈവിധ്യത്തിന് കുറവ് വരാത്ത രീതിയിലായിരിക്കും സംഘാടനം. മുണ്ടത്തിക്കോട് സ്വദേശി PM സതീശാണ് തിരുവമ്പാടിയുടെയും പാറമേക്കാവിൻ്റെയും വെടിക്കെട്ട് ചുമതല നിർവഹിക്കുന്നത്. കഴിഞ്ഞ ദിവസം 2 വിഭാഗങ്ങളുടെയും വെടിക്കെട്ട് ലൈസൻസി ചുമതല അദ്ദേഹം ഏറ്റെടുത്തു. കഴിഞ്ഞ തവണ തിരുവമ്പാടി വിഭാഗത്തിൻ്റെ വെടിക്കെട്ട് ചുമതല ഇദ്ദേഹത്തിനായിരുന്നു. വെടിക്കെട്ടിൽ വ്യത്യസ്തത കൊണ്ടുവരാനുള്ള ആരോഗ്യകരമായ മത്സരങ്ങൾ ഇത്തവണയും ഉണ്ടാകുമെന്ന് സതീശൻ പറഞ്ഞു. 19 നടക്കുന്ന തൃശൂർ പൂരത്തിന് 17 സാമ്പിൾ വെടിക്കെട്ട്, 20 പുലർച്ചെ പ്രധാന വെടിക്കെട്ട്. വെടിക്കെട്ട് ഒരുക്കുന്നതിലെ നടപടിക്രമങ്ങൾ ലഘൂകരിക്കപ്പെടുമെന്നതാണ് സംയുക്ത വെടിക്കെട്ട് കരാറുകാരനാവുമ്പോൾ ഉണ്ടാകുന്ന പ്രധാന ഗുണം. ജില്ലാ ഭരണകൂടത്തിനും പൂരം സംഘാടകർക്കും ഇത് ആശ്വാസമാണ്. എന്നാൽ പിന്നെ വെടിക്കെട്ട് നടക്കട്ടെ. അതിനിടയിൽ തെരഞ്ഞെടുപ്പ് മാലിന്യം, സ്ഥാനാർത്ഥികൾക്കും യൂസർ ഫീ എന്നൊരു വാർത്തയും മാധ്യമത്തിലുണ്ട്. തിരുവനന്തപുരത്തു നിന്നാണ് MK സുരേഷ് റിപ്പോർട്ട് ചെയ്യുന്നത്. മാധ്യമത്തിലല്ല, മാതൃഭൂമിയിലാണിത്. സ്ഥാനാർത്ഥികൾക്കും യൂസർ ഫീ. MK സുരേഷ്, തിരുവനന്തപുരം. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന മാലിന്യം നീക്കാൻ സ്ഥാനാർത്ഥികളും യൂസർ ഫീ നൽകേണ്ടി വരും. മാലിന്യത്തിൻ്റെ അളവിനനുസൃതമായ തദ്ദേശ സ്ഥാപനങ്ങളാണ് ഫീസിൻ്റെ നിരക്ക് നിശ്ചയിക്കുക. യഥാസമയം മാലിന്യം നീക്കിയില്ലെങ്കിൽ പിഴയും ഈടാക്കാൻ വ്യവസ്ഥയുണ്ട്. തെരഞ്ഞെടുപ്പിന് ശേഷം സ്ഥാനാർത്ഥികളുടെ പ്രചാരണ സാധനങ്ങൾ ഹരിതകർമ്മസേനയ്ക്കോ തദ്ദേശ സ്ഥാപനങ്ങൾ ചുമതലപ്പെടുത്തുന്ന ഏജൻസികൾക്കോ കൈമാറണമെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനം. അതിന് രാഷ്ട്രീയ പാർട്ടി പ്രചാരണ ഏജന്റുമാർ ഹരിതകർമ്മസേനയുമായി കരാറുണ്ടാക്കണം. അങ്ങനെ കൈമാറുന്നതിനാണ് യൂസർ ഫീ. വരും ദിവസങ്ങളിൽ മാലിന്യ സംസ്കരണം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെയും ശുചിത്വ മിഷന്റെയും നിർദ്ദേശങ്ങളുണ്ടാവും. വരും ദിവസങ്ങളിൽ മാലിന്യ സംസ്കരണം സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെയും ശുചിത്വ മിഷന്റെയും നിർദ്ദേശങ്ങളുണ്ടാവും. തുടർന്ന് യൂസർ ഫീ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വ്യക്തത വരും. വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്ന് 100 രൂപയോ അതിനു മുകളിലുള്ള തുകയാണ് യൂസർ ഫീയായി വാങ്ങുന്നത്. സമാന നിരക്കായിരിക്കില്ല രാഷ്ട്രീയ പാർട്ടികൾക്ക് ബാധകമാകുക.
തെരഞ്ഞെടുപ്പിന് ശേഷം ബോർഡുകളും കൊടിതോരണങ്ങളും മറ്റ് പ്രചാരണ സ്ഥാപനങ്ങളും സ്ഥാപിച്ചവർ തന്നെ അഴിച്ചുമാറ്റി തരംതിരിച്ച് സംസ്കരണത്തിന് കൈമാറണം. ഈ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തൊട്ടാകെ 5000 ടൺ മാലിന്യമുണ്ടാകുമെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെയും സംസ്ഥാന ശുചിത്വ മിഷന്റെയും കണക്ക്. ശാസ്ത്രീയ സംസ്കരണത്തിന് തയ്യാറായില്ലെങ്കിൽ തദ്ദേശ സ്ഥാപനങ്ങൾ നേരിട്ട് നീക്കും. ഇതിനുള്ള ചെലവ് സ്ഥാനാർത്ഥിയിൽ നിന്ന് ഈടാക്കും. ഈ തുകയും സ്ഥാനാർത്ഥിയുടെ തെരഞ്ഞെടുപ്പ് ചെലവായി കണക്കാക്കും. തെരഞ്ഞെടുപ്പ് മാലിന്യത്തിനുള്ള പിഴയും ശിക്ഷയും എന്താണെന്ന് അറിയാനിരിക്കുന്നതേ ഉള്ളൂ. ഏതായാലും തോറ്റവർ പലരും കുടുങ്ങും. ചിലർ ചിലപ്പോൾ ആ വഴി കാണില്ല എന്നു തന്നെ വരും. ഭൂമി വ്യവസ്ഥയിൽ ഇളവുണ്ടാകും. സഹകരണ വ്യവസായ പാർക്ക് ഭൂമി വ്യവസ്ഥയിൽ ഇളവുണ്ടാകും എന്നൊരു വാർത്തയും മാതൃഭൂമിയിലുണ്ട്. സഹകരണ വ്യവസായ പാർക്കുകൾ അനുവദിക്കുന്നതിനുള്ള കരട് വ്യവസ്ഥകൾ തയ്യാറാക്കി സഹകരണ വ്യവസായ വകുപ്പുകളുടെ മന്ത്രിതലത്തിലുള്ള ഉദ്യോഗസ്ഥ തലത്തിലുമുള്ള ചർച്ചകൾക്ക് ശേഷമാണ് കരട് വ്യവസ്ഥകൾക്ക് രൂപം നൽകിയത്. സ്വകാര്യ വ്യവസായ പാർക്കുകൾക്കുള്ള വ്യവസ്ഥകളിൽ ചില ഇളവുകൾ സഹകരണ സംഘങ്ങൾക്ക് അനുവദിക്കും. പ്രധാനമായും ഭൂമിയുടെ അളവിലാണ് ഇളവ് അനുവദിക്കുക. 10 ഏക്കർ സ്ഥലസൗകര്യമുള്ളവർക്കാണ് സ്വകാര്യ വ്യവസായ പാർക്കുകൾക്ക് അപേക്ഷിക്കാൻ അനുമതിയുള്ളത്. സഹകരണ പാർക്കുകൾക്ക് ഇത് 7 പരിമിതപ്പെടുത്താനാണ് സാധ്യത. വ്യാജ നിർമ്മിതിയിലൂടെ വോട്ടർമാരെ തെറ്റിദ്ധരിപ്പിക്കുക ചൈനയുടെ ലക്ഷ്യമാണ് എന്ന് മാതൃഭൂമി ഡൽഹിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ വർഷം 64 രാജ്യങ്ങൾ തെരഞ്ഞെടുപ്പിനൊരുങ്ങുന്ന സാഹചര്യത്തിൽ സ്ഥാനാർത്ഥികളുടെ പ്രസ്താവനകൾ, നിലപാടുകൾ എന്നിവയെല്ലാം ഡീപ്പ് ഫേക്കുകളുടെ സഹായത്തോടെ വ്യാജമായി നിർമ്മിച്ച് വോട്ടർമാരെ തെറ്റിദ്ധരിപ്പിക്കാൻ ചൈന ലക്ഷ്യമിടുന്നുണ്ടെന്ന് മൈക്രോസോഫ്റ്റിൻ്റെ ഇൻ്റലിജൻസ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. ഇന്ത്യ, അമേരിക്ക, ദക്ഷിണ കൊറിയ എന്നീ രാജ്യങ്ങളിലെ തെരഞ്ഞെടുപ്പുകളെയാണ് ചൈന പ്രധാനമായും ലക്ഷ്യമിടുന്നതെന്നും മൈക്രോസോഫ്റ്റ് മുന്നറിയിപ്പ് നൽകുന്നു. ലോക ജനസംഖ്യയുടെ 49% പ്രതിനിധാനം ചെയ്യുന്ന തെരഞ്ഞെടുപ്പ് നടക്കുന്ന രാജ്യങ്ങൾ സാങ്കേതികമായി മുൻപന്തിയിൽ നിൽക്കുന്നവയാണെന്നും ആശങ്ക ശക്തമാക്കുന്നു. ചൈനയുടെ തന്ത്രങ്ങൾ തെരഞ്ഞെടുപ്പുകളെ ദോഷമായി ബാധിക്കുന്നത് എങ്ങനെയാണെന്ന് ഇപ്പോൾ മനസ്സിലാക്കുക സാധ്യമല്ലെങ്കിലും പൊതുധാരണ രൂപവത്കരിക്കുന്നതിൽ AI നിർമ്മിത ഉള്ളടക്കങ്ങൾക്ക് സ്വാധീനം ചെലുത്താനാകുമെന്നാണ് കരുതുന്നത്. AI സാങ്കേതികവിദ്യയിൽ ചൈന നടത്തിവരുന്ന പരീക്ഷണങ്ങൾ കാലക്രമേണ കൂടുതൽ ഫലപ്രദമാകുമെന്നും മൈക്രോസോഫ്റ്റ് ചൂണ്ടിക്കാട്ടുന്നു. തായ്വാനിലെ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാൻ ചൈന അടുത്തിടെ നടത്തിയ ശ്രമങ്ങളാണ് മൈക്രോസോഫ്റ്റ് ഇതിനുദാഹരണമായി ചൂണ്ടിക്കാട്ടുന്നത്. തായ്വാൻ തെരഞ്ഞെടുപ്പ് സമയത്ത് സ്റ്റോം 1376, സ്പാം ഓഫ് ലേജ് എന്നീ പേരുകളിൽ സജീവമായിരുന്ന ചൈനീസ് സൈബർ ഗ്രൂപ്പ് സ്ഥാനാർത്ഥികളെ അപകീർത്തിപ്പെടുത്താനും പൊതുധാരണകളും സ്വാധീനങ്ങളും വ്യാജ ഓഡിയോകളും ഉള്ളടക്കം സൃഷ്ടിച്ചിരുന്നു. ഇത് സ്ഥാനാർത്ഥികളെ സ്വാധീനിച്ചതായി കണ്ടെത്തി. ഏതായാലും എതിർ സ്ഥാനാർത്ഥിയെ അപകീർത്തിപ്പെടുത്താൻ കേരളത്തിലുള്ളവർക്ക് ചൈനയുടെയും AIയുടെയും ഒന്നും സഹായം വേണ്ടിവരില്ല. അത് നമുക്ക് കാലങ്ങളായി അറിയാവുന്ന വിദ്യയാണ്. ഹജ്ജ് കാത്തിരിപ്പ് പട്ടികയിലെ 463 പേർക്ക് അവസരം എന്ന വാർത്ത മലയാള മനോരമ 1-ാം പേജിൽ തന്നെ നൽകിയിട്ടുണ്ട്. കരിപ്പൂർ: ഈ വർഷത്തെ ഹജ്ജ് കർമ്മത്തിന് സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി മുഖേന അപേക്ഷിച്ച് നറുക്കെടുപ്പിലൂടെ കാത്തിരിപ്പ് പട്ടികയിൽ ഉൾപ്പെട്ടവരിൽ 463 പേർക്ക് അവസരം. ക്രമം നമ്പർ 1562 1562 മുതൽ 2024 2024 വരെയുള്ളവർക്കാണ് അവസരം. 2 ഗഡു തുക 2,51,800 രൂപ വീതം ഓരോരുത്തരും അടയ്ക്കണം. ഓരോ കവർ നമ്പറിനും ലഭിക്കുന്ന ബാങ്ക് റഫറൻസ് നമ്പർ ഉപയോഗപ്പെടുത്തിയ പേയിൻ സ്ലിപ്പ് ഉപയോഗിച്ച് SBIയുടെയോ യൂണിയൻ ബാങ്കിൻ്റെയോ ശാഖകളിൽ തുക അടക്കാം. അവസാന തീയതി ഏപ്രിൽ 15. ഹജ്ജിന് ആകെ അടയ്ക്കേണ്ട തുക പിന്നീട് പ്രഖ്യാപിക്കും. ശേഷം 3-ാം ഗഡു അടയ്ക്കണം. ഹജ്ജ് ഹൗസിൻ്റെ നമ്പർ ഇതോടുകൂടി കൊടുത്തിട്ടുണ്ട്: 0483 0483 2710 ഹജ്ജ് ഹൗസിൻ്റെ നമ്പർ 0483 2710 ICU പീഡനം. നഴ്സിന് താൽക്കാലിക നിയമനം. അനിതയ്ക്ക് നിയമനോത്തരവ്. പ്രതിഷേധം തടുപ്പിക്കാൻ സർക്കാർ ഉത്തരവിറക്കി. ഇന്ന് ജോലിയിൽ പ്രവേശിക്കും. മലയാള മനോരമ 1-ാം പേജിൽ നൽകിയിരിക്കുന്ന വാർത്തയാണ്. കോഴിക്കോട്: നീതി തേടി സമരവീഥിയിലിറങ്ങേണ്ടി വന്ന സീനിയർ നഴ്സിംഗ് ഓഫീസർ PB അനിതയ്ക്ക് ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ തന്നെ നിയമനം നൽകാൻ ഒടുവിൽ സർക്കാർ ഉത്തരവായി. ഇന്നലെ രാത്രി 8ഓടെയാണ് ആരോഗ്യവകുപ്പിൻ്റെ ഉത്തരവിറങ്ങിയത്. സർക്കാർ നൽകിയ പുനഃപരിശോധനാ ഹർജിയിൽ കോടതിയുടെ അന്തിമ വിധിക്ക് വിധേയമായിട്ടാണ് നിയമനം. ജോലിയിൽ തിരികെ പ്രവേശിപ്പിക്കാനുള്ള ഹൈക്കോടതി ഉത്തരവ് 6 ദിവസമായി അംഗീകരിക്കാതെ പുറത്തു നിർത്തിയിരുന്ന നഴ്സിന് ഉടൻ നിയമനം നൽകുമെന്ന് മന്ത്രി വീണ ജോർജ് പത്തനംതിട്ടയിൽ അറിയിച്ചിരുന്നു.
അതേസമയം കോടതിയിൽ പുനഃപരിശോധനാ ഹർജിയുമായി മുന്നോട്ടു പോകുമെന്നും മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. അനിതയുടെ കോടതിയലക്ഷ്യ ഹർജി നാളെ ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് വരും. സർക്കാരിൻ്റെ ഹർജിയും നാളെ തന്നെ പരിഗണിക്കും. ഇന്ന് രാവിലെ 10 ജോലിയിൽ പ്രവേശിക്കുമെന്ന് അനിത പറഞ്ഞു. സീനിയർ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുൻപാകെയാണ് ജോലിയിൽ പ്രവേശിക്കുക. മെഡിക്കൽ കോളേജ് ICU പീഡനക്കേസിലെ അതിജീവിതയെ പിന്തുണച്ചതിൻ്റെ പേരിൽ അനിതയെ ഇടുക്കിയിലേക്ക് സ്ഥലം മാറ്റിയിരുന്നു. തുടർന്ന് അനിത ഹൈക്കോടതിയെ സമീപിച്ച് അനുകൂല വിധി നേടിയെങ്കിലും സർക്കാർ ഉത്തരവില്ലാതെ ജോലിയിൽ പ്രവേശിക്കാൻ അനുവദിക്കില്ലെന്ന വാശിയിലായിരുന്നു ആരോഗ്യവകുപ്പ്. രാഷ്ട്രീയ സാംസ്കാരിക പ്രവർത്തകരുടെ പ്രതിഷേധം കനത്ത സാഹചര്യത്തിലാണ് സർക്കാരിൻ്റെ പുതിയ തീരുമാനം. മേൽനോട്ട ചുമതലയിൽ അനിതയ്ക്ക് വീഴ്ചയുണ്ടായി എന്നാണ് മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറുടെ റിപ്പോർട്ട്. ഇക്കാര്യം ഹൈക്കോടതിയെ അറിയിക്കും, കോടതി പറയുന്നത് പോലെ ചെയ്യും എന്നായിരുന്നു ആരോഗ്യമന്ത്രി വെള്ളിയാഴ്ച പറഞ്ഞ വാക്കുകൾ. ഇന്നലെ അത് അനിതയ്ക്ക് നിയമനം നൽകുമെന്ന് ഉറപ്പായി. അതേസമയം കോടതിയിൽ മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർ പുനഃപരിശോധനാ ഹർജിയുമായി സർക്കാർ മുന്നോട്ടു പോകുമെന്നും വിധിക്ക് വിധേയമായി അന്തിമ തീരുമാനമെടുക്കുമെന്നും മന്ത്രി ആവർത്തിച്ചിട്ടുണ്ട്. ഇന്നലെയാണ് അനിതയുടെ നിയമനവുമായി ബന്ധപ്പെട്ട ഫയൽ ആരോഗ്യവകുപ്പിൽ വന്നതെന്നും ഒരു കാലതാമസവും ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടില്ലെന്നും മന്ത്രി പറഞ്ഞു. കോഴിക്കോട് മെഡിക്കൽ കോളേജിന് മുന്നിൽ ഇന്നലെയും പ്രതിഷേധം തുടർന്ന അനിതയ്ക്ക് പിന്തുണയുമായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ, NDA സ്ഥാനാർത്ഥി MT രമേശ്, സാംസ്കാരിക പ്രവർത്തകൻ MN കാരശ്ശേരി തുടങ്ങിയവർ നിരവധി പേർ എത്തിയിരുന്നു. കണ്ണുകൾ മൂടിക്കെട്ടിയ അതിജീവിതയും അനിതയ്ക്കൊപ്പം പ്രതിഷേധത്തിൽ പങ്കെടുത്തു. CBI വയനാട്ടിൽ അന്വേഷണം തുടങ്ങി. പൂക്കോട് വെറ്ററിനറി കോളേജിലെ ആൾക്കൂട്ട വിചാരണയെ സംബന്ധിച്ചാണ് അന്വേഷണം. മനോരമയിൽ നിന്ന് ആ വാർത്ത വായിക്കാം. സിദ്ധാർത്ഥൻ്റെ പിതാവിൽ നിന്ന് ചൊവ്വാഴ്ച മൊഴിയെടുക്കും. കൽപ്പറ്റ പൂക്കോട് വെറ്ററിനറി കോളേജ് വിദ്യാർത്ഥി JS സിദ്ധാർത്ഥൻ ആൾക്കൂട്ട വിചാരണയ്ക്കിടെയായി മരിച്ച കേസിൽ CBI അന്വേഷണം തുടങ്ങി. ഡൽഹി യൂണിറ്റിലെ SP സുന്ദർവേലിൻ്റെ നേതൃത്വത്തിലുള്ള 4-അംഗ സംഘമാണ് ഇന്നലെ ഉച്ചയോടെ വയനാട്ടിലെത്തി അന്വേഷണം ഏറ്റെടുത്തത്. മലയാളി ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ 4 പേർ കൂടി അടുത്ത ദിവസം അന്വേഷണ സംഘത്തോടൊപ്പം ചേരും. വൈത്തിരി റെസ്റ്റ് ഹൗസിലാണ് സംഘത്തിൻ്റെ ക്യാമ്പ് ഓഫീസ്. ഇന്നലെ ജില്ലാ പോലീസ് മേധാവി T നാരായണനുമായി CBI സംഘം കൂടിക്കാഴ്ച നടത്തി. കേസ് ആദ്യം അന്വേഷിച്ച കൽപ്പറ്റ DYSP TN സജീവിൽ നിന്ന് കേസിൻ്റെ രേഖകളുടെ പകർപ്പുകൾ CBI ഏറ്റുവാങ്ങി. രേഖകളുടെ പരിശോധനയും പോലീസിൽ നിന്നുള്ള സംശയ നിവാരണവും മാത്രമാണ് ഇന്നലെ നടന്നത്. കേസ് ഡയറി ഉൾപ്പെടെയുള്ളവയ്ക്കായി കോടതിയിൽ അപേക്ഷ നൽകും. സിദ്ധാർത്ഥൻ്റെ പിതാവ് ജയപ്രകാശിൻ്റെ മൊഴി ചൊവ്വാഴ്ച രേഖപ്പെടുത്തും. ആൾക്കൂട്ട വിചാരണ നടന്ന വെറ്ററിനറി കോളേജ് ഹോസ്റ്റലും ക്യാമ്പസിൽ സിദ്ധാർത്ഥന് മർദ്ദനമേറ്റ സ്ഥലവും സംഘം സന്ദർശിക്കും. പ്രതികളെ കസ്റ്റഡിയിൽ കിട്ടാൻ അടുത്ത ദിവസം കോടതിയിൽ അപേക്ഷ നൽകിയേക്കും. ഫെബ്രുവരി 18 ഉച്ചയ്ക്ക് 1:30 സിദ്ധാർത്ഥനെ ഹോസ്റ്റലിൻ്റെ ശുചിമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സിദ്ധാർത്ഥൻ്റെ സഹപാഠികളടക്കം 20 പേരാണ് ഇതുവരെ അറസ്റ്റിലായത്. അന്വേഷണം ചെക്ക് പോസ്റ്റിലേക്കും. കള്ളത്തടി കടത്താൻ പാസിലും കള്ളക്കളി. അതും വയനാട്ടിൽ നിന്നുള്ള വാർത്തയാണ്. മനോരമ കോഴിക്കോട് നിന്നാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കോഴിക്കോട് സുഗന്ധഗിരിയിൽ അനധികൃതമായി മുറിച്ച മരങ്ങൾ ഏതുതരം പാസ് ഉപയോഗിച്ചാണ് കടത്തിയിരിക്കുന്നതെന്ന് കണ്ടെത്താൻ പ്രത്യേക അന്വേഷണ സംഘം ലക്കിടി ചെക്ക് പോസ്റ്റിലെ രേഖകൾ പരിശോധിക്കും. ചെക്ക് പോസ്റ്റ് ജീവനക്കാർക്കും കടത്തിനെക്കുറിച്ച് അറിവുണ്ടായിരുന്നോ എന്നും പരിശോധിക്കും. വീടിനു ഭീഷണിയായ മരങ്ങൾ മുറിക്കാൻ സൗത്ത് വയനാട് DFOയ്ക്ക് 106 അപേക്ഷകളാണ് ലഭിച്ചത്. അവ പരിശോധിച്ച് 20 മരങ്ങൾ അടിയന്തരമായി മുറിക്കാനായിരുന്നു അനുമതി. മുറിച്ചിട്ട മരങ്ങൾ പരിശോധിച്ച് റിപ്പോർട്ട് തയ്യാറാക്കിയത് സെക്ഷൻ ഫോറസ്റ്ററാണ്. അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ട് പ്രകാരമാണ് 5 ഫോം 3 പാസുകൾ വനം വകുപ്പ് ലേലം കൊള്ളുന്ന മരങ്ങൾ കൊണ്ടുപോകാനുള്ള പാസുകൾ നൽകിയത്. ഇവ സാക്ഷ്യപ്പെടുത്തിയത് 2 ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരും. എന്നാൽ തുടർ പരിശോധനകളോ മറ്റ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യമോ ഇല്ലെന്ന് കണ്ടതോടെ വനം വകുപ്പ് ജീവനക്കാരൻ തന്നെ വ്യാപകമായി മരം വെട്ടാൻ നേതൃത്വം നൽകി. യൂണിഫോം ഇട്ട ജീവനക്കാരനാണ് മരം വെട്ടാൻ നേതൃത്വം കൊടുത്തതെന്നും അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ക്രെയിൻ ഉപയോഗിച്ച് വാഹനത്തിലേക്ക് മരങ്ങൾ കയറ്റിയതെന്നുമാണ് കരാറുകാരൻ്റെ മൊഴി. വൻതുക ഈ ഉദ്യോഗസ്ഥന് കൈമാറിയിട്ടുണ്ടെന്നും മൊഴി നൽകിയതായാണ് സൂചന. നിയമാനുസൃതം വെട്ടിയ 20 മരങ്ങൾ 5 ലോഡുകളായാണ് ചെക്ക് പോസ്റ്റ് കടന്നത്. ഇതിനു പുറമെ 102 കൂറ്റൻ മരങ്ങൾ കൂടി വെട്ടിയെന്നാണ് കണ്ടെത്തൽ. കാട്ടിലമരം കരാറുകാരൻ്റെ ക്രെയിൻ വലിയടാ വലി. 1-ാം ക്ലാസ് പ്രവേശനത്തിന് 6 വയസ്സ് എന്ന നിബന്ധന കേരളം നടപ്പാക്കേണ്ടി വരും എന്ന് മനോരമയുടെ എഡ്യൂക്കേഷൻ പേജിൽ വാർത്തയുണ്ട്. PM ശ്രീ പദ്ധതിയിൽ പങ്കാളിയാകാൻ കേരള നിബന്ധന അംഗീകരിക്കേണ്ടി വരും. തിരുവനന്തപുരം സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങളിലും 1-ാം ക്ലാസ് പ്രവേശനത്തിന് 6 വയസ്സ് എന്ന നിബന്ധന അടുത്ത വർഷത്തോടെ നടപ്പാക്കേണ്ടി വരും.
സംസ്ഥാനത്തിന് തെരഞ്ഞെടുത്ത് സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിനുള്ള PM-ശ്രീ പദ്ധതിയിൽ പങ്കാളിയാകാൻ 2020 ദേശീയ വിദ്യാഭ്യാസ നയം അംഗീകരിക്കണമെന്ന നിബന്ധന പാലിക്കേണ്ടി വരുന്നതോടെയാണിത്. തെരഞ്ഞെടുത്ത് സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിനുള്ള PM-ശ്രീ പദ്ധതി, അങ്ങനെ തന്നെയാണ് മനോരമ എഴുതിയിരിക്കുന്നത്. തെരഞ്ഞെടുത്ത് സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിനുള്ള PM-ശ്രീ പദ്ധതിയിൽ പങ്കാളിയാകാൻ 2020 ദേശീയ വിദ്യാഭ്യാസ നയം അംഗീകരിക്കേണ്ടി വരുമെന്നതുകൊണ്ടാണിത്. ഇക്കാര്യം ഉൾപ്പെടെ ദേശീയ വിദ്യാഭ്യാസ നയത്തെ കേരളം എതിർത്തിരുന്നു. PM-ശ്രീ സ്കൂളുകളാവും കേന്ദ്ര നയത്തിൻ്റെ പൈലറ്റ് സെൻ്ററുകൾ. അടുത്ത അധ്യയന വർഷം തന്നെ PM-ശ്രീ പദ്ധതിക്കുള്ള ധാരണാപത്രത്തിൽ ഒപ്പിടാമെന്ന് കേരളം കേന്ദ്രത്തെ അറിയിച്ചു. അടുത്ത അധ്യയന വർഷത്തെ പ്രവേശന നടപടികൾ ആരംഭിച്ചതിനാൽ ഈ വർഷം 6 വയസ്സ് നിബന്ധന നടപ്പാക്കില്ല. എന്നാൽ ധാരണ ഒപ്പിട്ട് പദ്ധതി നടപ്പാക്കിയാൽ അടുത്ത വർഷം മുതൽ ഈ നിബന്ധനയും മറ്റു നിബന്ധനകൾക്കൊപ്പം നടപ്പാക്കേണ്ടി വരും. ഗസ യുദ്ധം, പുതിയ വെടിനിർത്തൽ പ്രതീക്ഷ. മനോരമയിൽ നിന്നാണ്. കെയ്റോവിൽ ഇന്ന് വീണ്ടും സമാധാന ചർച്ച. ഈജിപ്ത് മധ്യസ്ഥതയിലുള്ള ചർച്ചയ്ക്ക് CIA മേധാവിയും ഇസ്രായേൽ ഹമാസ് പ്രതിനിധികൾ പങ്കെടുക്കും. ജെറൂസലം. ഗസയിൽ വെടിനിർത്തലിനായി ഈജിപ്തിൻ്റെ മധ്യസ്ഥതയിൽ ഇന്ന് കെയ്റോവിൽ സമാധാന ചർച്ച നടക്കും. ഇസ്രായേൽ ഹമാസ് പ്രതിനിധി സംഘങ്ങൾ പങ്കെടുക്കും. ഖത്തർ വിദേശകാര്യമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ അൽ താനിയും US ചാരസംഘടനയായ CIA ഡയറക്ടർ ബിൽ ബേൺസും പങ്കെടുക്കുമെന്ന് റിപ്പോർട്ടുണ്ട്. മാർച്ച് 25 പാസാക്കിയ UN സുരക്ഷാ സമിതിയുടെ വെടിനിർത്തൽ പ്രമേയത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ചർച്ച. സ്ഥിരമായ വെടിനിർത്തൽ, ബന്ദികളുടെ മോചനത്തിനു പകരമായി ഫലസ്തീൻ തടവുകാരുടെ മോചനം, ഇസ്രായേൽ സേനയുടെ പിന്മാറ്റം എന്നീ ആവശ്യങ്ങൾ ഹമാസ് ആവർത്തിക്കുമെന്നാണ് സൂചന. അതേസമയം തെക്കൻ ഗസയിലെ ഖാൻ യൂനിസിൽ നിന്ന് ബന്ദികളൊരാളുടെ മൃതദേഹം ഇസ്രായേൽ സൈന്യം കണ്ടെടുത്തു. മോചിപ്പിക്കണമെന്ന് അപേക്ഷിച്ച് 3 മാസം മുമ്പ് വീഡിയോ സന്ദേശത്തിൽ പ്രത്യക്ഷപ്പെട്ട കർഷകനായ ഇലാദ് കഡ്സിയുടെ 47 വയസ്സാണ് മൃതദേഹമാണ് കിട്ടിയത്. ജനുവരിയിൽ മറവ് ചെയ്ത മൃതദേഹമാണെന്ന് കണ്ടെടുത്തതെന്ന് ഇസ്രായേൽ സൈന്യം അറിയിച്ചു. കഡ്സർക്കൊപ്പം ബന്ദിയായിരുന്ന അദ്ദേഹത്തിൻ്റെ അമ്മയെ ഹമാസ് നേരത്തെ മോചിപ്പിച്ചിരുന്നു. 250 പേരെയാണ് ഒക്ടോബർ 7 ഹമാസ് ബന്ദികളാക്കിയത്. 129 ബന്ദികൾ കൂടി ഗസയിലുണ്ടെന്നാണ് ഇസ്രായേലിൻ്റെ കണക്ക്. ഗസയിലെ യുദ്ധം 6 മാസം പിന്നിടുമ്പോൾ രാജ്യാന്തര തലത്തിൽ ഒറ്റപ്പെട്ട നിലയിലാണ് ഇസ്രായേൽ. രാജ്യത്തിനകത്ത് പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവിനെതിരായ വികാരം ആളിക്കത്തുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ നെതന്യാഹുവിൻ്റെ രാജി ആവശ്യപ്പെട്ട് ടെൽ അവീവിൽ ആയിരങ്ങളാണ് തെരുവിലിറങ്ങിയത്. സെപ്റ്റംബറിൽ പൊതുതെരഞ്ഞെടുപ്പ് വേണമെന്ന ആവശ്യവും ശക്തമായിട്ടുണ്ട്. ഗസയിൽ 33,000-ലേറെ പലസ്തീൻകാർ കൊല്ലപ്പെട്ടതിന് പുറമെ ജീവകാരുണ്യ പ്രവർത്തകർക്കും ജീവൻ നഷ്ടമായതിന് പാശ്ചാത്യ ലോകത്തിനും ഇസ്രായേലിന് കൈനിറയെ ആയുധങ്ങൾ നൽകുന്ന US-ഉം അതൃപ്തിയിലായി. ഇസ്രായേലുമായുള്ള സഹായ ഏകോപനം UAE താൽക്കാലികമായി നിർത്തിവെച്ചെന്നും റിപ്പോർട്ടുണ്ട്. ഇതോടുകൂടി ഇന്നത്തെ വാർത്താവലോകനം ഇവിടെ അവസാനിക്കുകയാണ്. നാളത്തെ വാർത്തകളുമായി നാളെ വരാം. നന്ദി, നമസ്കാരം.